നമസ്കാരം. ഇക്കഴിഞ്ഞ നവംബർ 15-നായിരുന്നു ധീരദേശാഭിമാനി തലക്കര ചന്തുവിന്റെ 220-ാം വീരമൃത്യു ദിനം. 1805 നവംബർ 15-നായിരുന്നു പനമരം കോട്ടയിലെ പനമരത്തെ കോളിമര ചൂട്ടിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യം തലക്കര ചന്തുവിനെ ഗളച്ഛേദനം ചെയ്ത് തലയറുത്ത് കൊലപ്പെടുത്തിയത്. ഇതിനുള്ള പ്രധാന കാരണം ഇതായിരുന്നു. 1802 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഈ പനമരത്തെ വെളുമ്പോണ്ട മേഖലയിൽ ചുങ്കപ്പിരിവൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഈ സമയങ്ങൾ ഈ തദ്ദേശീയരായ ആളുകളെ ഈ ബ്രിട്ടീഷ് സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിൽ സഹികെട്ടാണ് ചന്തുവും കൂട്ടരും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പനമരം കോട്ടയിലെ മിലിറ്ററി ക്യാമ്പ് ആക്രമിക്കാൻ തയ്യാറെടുത്തത്. 150ഓളം വരുന്ന കുറിച്ചൽ പോരാളികളുമായി പനമരം കോട്ടയിലെത്തി. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വെടിക്കോപ്പുകൾക്കും പടക്കോപ്പുകൾക്കും മുമ്പിൽ പാരമ്പര്യ ആയുധമായി അമ്പും വില്ലും ഏന്തി ഇവർ പോരാടി. ബ്രിട്ടീഷ് സൈന്യം അന്ന് വരെ നേരിടാത്തത്ര ആൾനാശമുണ്ടായി. അവരുടെ മിലിറ്ററി ക്യാമ്പ് പൂർണ്ണമായും തകർന്നു. ഇതിന്റെ പിന്നിൽ ചന്തുവാണെന്ന് അറിഞ്ഞതോടെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അന്നത്തെ തലവൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർബേ ബാബർ എന്ന വ്യക്തി ചന്തുവിനെ കണ്ടെത്തി കൊലപ്പെടുത്താൻ ഉത്തരവിടുകയായിരുന്നു. പിടികൂടി അന്നേരം തന്നെ വധിക്കണമെന്നായിരുന്നു അന്ന് ബ്രിട്ടീഷ് സബ് കളക്ടറുടെ ഉത്തരവ്. പക്ഷെ ഈ ചന്തു ഈ സമയം ഈ അക്രമത്തിന് ശേഷം പുൽപ്പള്ളിയിലെ മാവിലാന്തോട് വനാന്തര മേഖലകളിലേക്ക്, ഇപ്പോഴത്തെ കേരള കർണാടക ആ വനാന്തര മേഖലകളിലേക്ക് ഒടുവിൽ പോവുകയാണ് ചെയ്തത്. ചന്തുവിന് 2 ഭാര്യമാരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചരിത്ര പുസ്തകങ്ങളിലൊക്കെയും. ഈ 2 ഭാര്യമാരുടെ അടുത്തേക്ക് ഈ തദ്ദേശീയരായ ചാരന്മാരെ തന്നെ അയക്കുന്നു. അവസാനം ചന്തു ഉണ്ട് എന്നുള്ള കാര്യം മാസങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്നു. ഈ ചന്തു ഈ പുൽപ്പള്ളിയിലെ ഈ മാവിലാന്തോട് വനാന്തര മേഖലയിൽ ഉണ്ടെന്നറിഞ്ഞ് ബ്രിട്ടീഷ് സൈന്യം ഈ കാട് വളഞ്ഞ് ഈ ചന്തുവിനെ പിടികൂടുന്നു. ക്രൂരമായ മർദ്ദനമാണ് മാവിലാന്തോട്ടിൽ നിന്ന് ചന്തുവിനെ ഏൽപ്പിച്ചത്. പിടികൂടിയ സമയത്ത് തന്നെ വധിക്കണമെന്നായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അന്നത്തെ ഉത്തരവ്. പക്ഷേ 30-35 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ പനമരം കോട്ടയിലെത്തി കോളിമര ചൂട്ടിൽ വെച്ച് ഇദ്ദേഹത്തെ തലയർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ക്രൂരമായ പീഡനമാണ് ചന്തുവിനെ പിടികൂടിയതിനു ശേഷം ബ്രിട്ടീഷുകാർ നടത്തിയത്. ചന്തു നടത്തിയ ക്രൂരതകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് ചന്തു നടത്തിയ ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിനുശേഷമാണ് പനമരത്തെ കോളിമര ചൂട്ടിൽ ഇദ്ദേഹത്തെ തലയറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ അറുത്ത തലയും വേണ്ടി ഈ പനമരത്തെ വാങ്ങലിലൊക്കെയും തദ്ദേശീയരായ ആളുകളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചന്തുവിനെ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലൊക്കെ ബ്രിട്ടീഷുകാർ ഈ തലയുമായി നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 220 വർഷം പിന്നിട്ട് കഴിഞ്ഞു. യാതൊരുവിധ അല്ലെങ്കിൽ ചന്തുവിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ സംവിധാനവും നമ്മുടെ ഭരണകൂടം കൈക്കൊള്ളുന്നില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു ദേശാഭിമാനിയാണ്. തദ്ദേശീയരായ അല്ലെങ്കിൽ ഗോത്രജനതയെ കാടിനുള്ളിൽ മാത്രം ചുറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഗോത്രജനതയെ ഒരു യുദ്ധമുഖത്തേക്ക് ഇറക്കിയ ധീര പോരാളി. ജനിച്ച നാടിന് വേണ്ടി ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നാടിന് വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനി. അദ്ദേഹത്തിന് വരും തലമുറയ്ക്ക് ഓർക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന് വരും തലമുറയിൽ അദ്ദേഹത്തിന്റെ വീരചരിതങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതല്ലേ? പക്ഷെ എന്തിനാണ് സർക്കാരും ഒക്കെ ഭരണകൂടവും ഇങ്ങനെ അവഗണിക്കുന്നത്? ചന്തു ധീര പോരാളിയാണ്. ബ്രിട്ടീഷ് സൈന്യത്തോടാണ് അദ്ദേഹം പോരാടിയത്. അതും ഈ കാടിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന 150ഓളം ഗോത്ര പോരാളികളെയാണ് രംഗത്തിറക്കിയത്. ബ്രിട്ടീഷുകാർ അന്ന് വരെ നേരിടാത്തത്ര ആൾനാശവും സ്വത്ത് നാശവും ഒക്കെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോർമുഖമായിരുന്നു ഈ വയനാടൻ കാട്ടുകളിൽ അന്ന് ചന്തുവും കൂട്ടരും നടത്തിയതെന്നാണ് ഏറ്റവും സത്യകരമായ കാര്യം. ഏതായാലും ചന്തുവിനെ ഇപ്പോഴും വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ ഈ സർക്കാർ എന്തുകൊണ്ട് ഈ ചന്തുവിന്റെ ഈ ഓർമ്മദിനത്തിൽ പോലും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കുന്നില്ല എന്നാണ് സങ്കടകരമായ കാര്യം. ഏതായാലും വരും തലമുറയ്ക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. ചന്തുവിന്റെ വീരചരിതങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. പനമരത്ത് ചന്തുവിന് ഉചിതമായ മ്യൂസിയം വേണം. ഇപ്പോൾ ആകെ പനമരം സ്കൂളിന് പുറകുവശത്തുള്ള ഒരു കോളിമര ചുവട്ടിൽ ആ തറ തന്നെ പൂർണ്ണമായി ഇടിഞ്ഞു തീരാറ്. പനമരം സ്കൂളിന്റെ പുറകുവശത്തിൽ ആകെ കിടക്കുന്നത് അനാഥ മന്ദിരം പോലെയുള്ള ഒരു മ്യൂസിയം മാത്രമാണ്. അതിന് ചില്ലാണെങ്കിൽ തകർന്നു കഴിഞ്ഞു, സാമൂഹിക ദ്രോഹികൾ തകർത്തു കഴിഞ്ഞു. ജില്ലയിൽ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഉണ്ടായ സാഹചര്യത്തിൽ പോലുമാണ് ഇങ്ങനെ കനത്ത അവഗണന നേരിടുന്നത്. മാനന്തവാടിയിൽ പഴശ്ശിയുടെ വീരമൃത്യു ദിനം ആചരിക്കുന്ന പോലെ തന്നെ അതേ പ്രാധാന്യത്തോടെ കാണണ്ടേ തലക്കൽ ചന്തുവിന്റെ ഈ വീരമൃത്യു ദിനവും? ജില്ലയിൽ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് പോലുമാണ് ഈ ധീര ദേശാഭിമാനിയോട് ഇത്ര കൊടും ക്രൂരത ചെയ്യുന്നത്. എന്തിനാണ് ഈ അവഗണന? വരും തലമുറയ്ക്ക് ഇദ്ദേഹത്തിന്റെ പാഠങ്ങൾ പഠിക്കണ്ടേ? ഈ ധീര പോരാളി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണ്ടേ? ധീര പോരാളി കാട്ടിൽ വസിക്കുന്ന ഒരു കൂട്ടം പോരാളികളെ അണിനിർത്തി രാജ്യത്തിന് വേണ്ടി പോരാടിയതും അറിയണ്ടേ? ധീരന്റെ മരണം ഒന്നേ ഉള്ളുവെങ്കിലും അദ്ദേഹത്തിന്റെ വീരകഥകൾ പാടി പോഴ്ത്തേണ്ടതുണ്ട്, പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് സമൂഹം തയ്യാറാകണം, ഭരണകൂടം തയ്യാറാകണം.